And welcome to the new video. Last video നമ്മൾ ലിമിറ്റ് സൈക്കിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുണ്ടാവുന്നത് എവിടെയാണ്? റിക്കർസീവ് സിസ്റ്റം IAR-ലാണ് മാത്രം പറഞ്ഞു. അപ്പോൾ വിൽ ബി ഫോക്കസിങ് മെയിൻലി ഓൺ ദ ലിമിറ്റ് സൈക്കിൾസ് ഇൻ റിക്കർസീവ് സിസ്റ്റം. അതിലെ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓർ സീറോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So in a recursive system, when the input is zero or some non-zero constant value, the non-linearity is due to finite precision arithmetic operations may cause periodic oscillation in the output. And during periodic oscillation, the output y of n of a system will oscillate between a finite positive and negative value for increasing n, or the output will become constant for increasing n. And such oscillations are called limit cycles or zero input limit cycles. അതായത് നേരത്തെ നമ്മൾ സീറോ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആവണമെന്നില്ല, കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഇൻപുട്ടിന്റെ കേസിലും. ദാറ്റ് ഈസ് വെൻ ദ ഇൻപുട്ട് ഈസ് സീറോ ഓർ സം കോൺസ്റ്റന്റ് വാല്യൂ, കോൺസ്റ്റന്റ് നോൺ സീറോ വാല്യൂ, ഇൻപുട്ട് ഈസ് സീറോ ഓർ സം കോൺസ്റ്റന്റ് നോൺ സീറോ വാല്യൂ എന്ന് സംഭവിക്കും. Non-linearity is due to finite precision arithmetic operation may cause periodic oscillation in the output. ഔട്ട്പുട്ടിൽ പീരിയോഡിക് ഓസിലേഷൻ ഉണ്ടാക്കും. പീരിയോഡിക് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസിന് ഇടയിലുള്ള ഓസിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിൽക്കുന്നതായിരിക്കാം ഔട്ട്പുട്ടിൽ. ഇപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. സീറോ ഇൻപുട്ട് ആകുമ്പോൾ അതിനെ നമ്മൾ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നു. ഓക്കെ, ഈ ലിമിറ്റ് സൈക്കിൾ വരുന്നത് എന്ത് കാരണം? റൗണ്ട് ഓഫ് എറേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓവർഫ്ലോ ഇൻ അഡീഷൻ. ഇതൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് കാരണമാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇൻ എ റിക്കർസീവ് സിസ്റ്റം, if the system output enters a limit cycle, it will continue to remain in limit cycle even when the input is made zero, and hence these limit cycles are called zero input limit cycle. എന്തുകൊണ്ടാണ് ഇവരെ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. അത് once we make the input zero, then also the output will be remaining in the oscillation window. ആ ഒരു ഓസിലേഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തന്നെ ഔട്ട്പുട്ട് നിന്നുകൊണ്ടിരിക്കും, ഇൻപുട്ട് സീറോ ആക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിനെ സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സീറോ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നോൺ സീറോ കോൺസ്റ്റന്റ് വാല്യൂനും സംഭവിക്കാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളുടെ DSO ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. ജസ്റ്റ് നമ്മളൊരു വാല്യൂ ചെക്ക് ചെയ്ത ശേഷം ഒന്ന് പെട്ടെന്ന് അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ചെറിയ ഓസിലേഷൻസ് നിൽക്കാം. ഈവൻ ചില സമയത്ത് നമ്മളത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിൽക്കുന്നത് കാണാം, ഒന്നും കൊടുക്കാണ്ട് തന്നെ. അപ്പോൾ ഇതിനൊക്കെയാണ് സീറോ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ ദ ഔട്ട്പുട്ട് റിമെയിൻസ് ഇൻ ദ ലിമിറ്റ് സൈക്കിൾ and the system output remains in the limit cycle until another output of sufficient magnitude is applied to drive the system out of the limit cycle. അതായത് ഈ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ അവിടെ തന്നെ നിൽക്കും ഏതുവരെ, പ്രൊവൈഡഡ് വേറൊരു ഇൻപുട്ട് വന്നിട്ട് ആ ഔട്ട്പുട്ടിനെ അവിടുന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ DSOയിലത്തൊക്കെ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലൊക്കെ ആ ഓസിലേഷൻസ് കുറച്ച് നേരം അവിടെ നിൽക്കും, നമ്മൾ അടുത്തത് മെഷർ ചെയ്യുന്നത് വരെ. അപ്പോൾ അതാണ് പറയുന്ന വേറൊരു കാര്യം. അതായത് ലിമിറ്റ് സൈക്കിൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഇത് വരുന്നത് വരെ അത് അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ നമുക്കത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ കൺസിഡർ ദ ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വിത്ത് ഓൺലി വൺ പോൾ. ഒരു സിംഗിൾ പോൾ സിസ്റ്റമാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. y of n ഈക്വൽ ടു ay of n മൈനസ് 1 പ്ലസ് x of n. അതായത് ഇതിൻ്റെ h of n നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ. h of n എന്താ വരിക? h of z വിൽ ബി ഈക്വൽ ടു what 1 by 1 മൈനസ് a z raised to മൈനസ് 1, അല്ലെങ്കിൽ z by z മൈനസ് a അല്ലേ. ഇതിൻ്റെ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈ കേസിലെ പോൾ എത്ര ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. പോൾ അറ്റ് z ഈക്വൽ ടു a. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. കൺസിഡർ ദി ഡിഫറൻസ് ഇക്വേഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം വിത്ത് ഓൺലി വൺ പോൾ. ഒരു സിംഗിൾ പോൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം y of n ഈക്വൽ ടു ay of n മൈനസ് 1 പ്ലസ് x of n നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ദി സിസ്റ്റം ഹാസ് വൺ പ്രോഡക്റ്റ് ടേം ay of n മൈനസ് 1 അല്ലേ. ഇവിടുത്തെ ഈ പ്രോഡക്റ്റ് ആണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഇതിൽ ക്വാണ്ടൈസ് ചെയ്യേണ്ട ഇത് വരുന്നില്ല. പിന്നെ ഫൈനൽ സമ്മ് ക്വാണ്ടൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ എന്തായാലും മെയിൻ ക്വാണ്ടൈസേഷൻ വരുന്നത് എവിടെയാണ്? ay of n മൈനസ് 1.
And if the product is quantized to finite word length, then the response y of n will deviate from the actual value. അപ്പോൾ നമുക്ക് ഒറിജിനലി കിട്ടേണ്ട വാല്യൂവിൽ നിന്ന് എന്തായാലും മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ബി ബിറ്റും മൾട്ടിപ്ലൈ ചെയ്ത് 2b ആണെങ്കിൽ അതിനെ വെട്ടി നമ്മൾ ബി ബിറ്റ്സ് ആക്കിയിട്ട് അടുത്ത അഡീഷനിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നത്. Let y dash n be the response of the system when the product is quantized. So y of n ഇത് നോർമൽ കേസാണ്, നമുക്ക് y dash എന്ന് വിളിക്കാം quantize ചെയ്ത കേസിനെ. Okay, of each recursive realization. Now the above equation can be rewritten as, ഈ ഇക്വേഷൻ നമ്മളൊന്ന് quantized എന്നുള്ള രീതിയിലേക്ക് എഴുതുകയാണെങ്കിൽ y dash എന്ന് വിളിക്കാം. ഇതിനെ ക്വാണ്ടൈസേഷൻ കാണിക്കാൻ q ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ q ഓഫ് എന്നിട്ട് ക്വാണ്ടൈസേഷൻ ഓഫ് the product a y dash of n minus 1. വീണ്ടും y dash എന്ന് എഴുതാൻ കാരണം അത് പ്രീവിയസ് വാല്യൂ ആണ്, അത് ക്വാണ്ടൈസ്ഡ് ആണ്, പ്ലസ് x of n. Okay, and this q bracket stands for the quantization operation, and q of a y dash of n minus 1 is the quantized value of the product a y dash of n minus 1. Okay, അത് വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ റിയലൈസേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, ഏതാ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ഇത് നമ്മുടെ സിമ്പിൾ റിയലൈസേഷൻ ജസ്റ്റ് നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം മൈനസ് ചെയ്യാണ്ട് എ എന്ന് വരും, എന്ന് വരും, z raised to minus 1 സം ചെയ്യുന്നു. അതായത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് y of n ഈക്വൽ ടു a y of n minus 1 പ്ലസ് x of n നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യാണ് പ്രോഡക്റ്റിനെ. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിന് ക്വാണ്ടൈസേഷൻ നോൺ ലീനിയാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അഡീഷണൽ ഒരു ബ്ലോക്ക് വയ്ക്കുന്നു, ക്വാണ്ടൈസേഷൻ ബ്ലോക്ക്. ഓക്കെ, സോ ക്യൂ ഓഫ് ഈ ബ്ലോക്കാണ് നമ്മൾ ഇവിടുത്തെ നോൺ ലീനിയാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ y of n എന്നുള്ള മാറി എന്താവണം, y dash of n ആണ്. അപ്പോൾ ഇതെന്താവണം, y dash of n minus 1. ഇവിടെ എന്ത് വരണം, a y dash of n minus 1. ഇതാണ് നമ്മുടെ നോൺ ലീനിയർ സിസ്റ്റം ഡ്യൂ ടു പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ. ഇപ്പം നമ്മൾ ഐഡിയൽ സിസ്റ്റവും ഇത് പ്രാക്ടിക്കൽ ഇപ്പോഴത്തെ നോൺ ലീനിയാരിറ്റി വന്നിട്ടുള്ള സിസ്റ്റം. സോ ഈ ഇക്വേഷൻ ഇത്, ഈ ഇക്വേഷൻ ഇത്. ഓക്കെ, ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ ബേസിസിലാണ്. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാനാണ് പോകുന്നത്. അതിലൊന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. Let us examine the nature of the response of first order system for an impulse input signal. ഇത് പറയുന്ന കാര്യമാണ്, ഇമ്പൾസ് ഇൻപുട്ട് സിഗ്നൽ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കാരണം ഇമ്പൾസ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഒറിജിനലിൽ മാത്രം വാല്യൂ ഉള്ള ഒരു സിഗ്നലാണ്, യൂണിറ്റ് ഇമ്പൾസ് അല്ല, ഒരു വാല്യൂ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വാരിയസ് വാല്യൂസ് അറ്റ് വാരിയസ് വാല്യൂസ് ഓഫ് പോൾസ്, ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് പോൾസിനും നമ്മൾ ഇത് അനലൈസ് ചെയ്യും. ആൻഡ് ചൂസ് സൈൻ മാഗ്നിറ്റ്യൂഡ്, ഇവിടെ നമ്മൾ ഫോം യൂസ് ചെയ്യുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണ് for the binary product and response, and let the product be quantized to 4 binary bits. 4 binary bits ആയിട്ട് ക്വാണ്ടൈസ് ചെയ്തിട്ടുണ്ട് ബൈ അപ്വേർഡ് റൗണ്ടിങ്. ഓക്കെ, ഇതിൽ തന്നെ എക്സ്ക്ലൂഡിങ് ദ സൈൻ ബിറ്റ്, സൈൻ ബിറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത രീതിയിലാണ് ക്വാണ്ടൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇമ്പൾസ് ഇൻപുട്ടാണ് എടുക്കുന്നത്, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമാണ് ഫോളോ ചെയ്യുന്നത്. ക്വാണ്ടൈസ് ചെയ്തിട്ടുള്ളത് എന്തിലേക്കാണ്, ടു 4 bit ബൈനറി എക്സ്ക്ലൂഡിങ് ദ സൈൻ ബിറ്റ്. സൈൻ ബിറ്റ് ഇല്ലാൻ്റെ ആണ് കേട്ടോ. അപ്പോൾ 5 എണ്ണം ശരിക്കും അവിടെ ഉണ്ട്, സൈൻ ബിറ്റ് ഇല്ലാണ്ട്. അപ്പോൾ ബി ആണ്, സ്മോൾ ലെറ്റർ ബി ആണ് നമ്മൾ 4 എന്ന് പറയുന്നത്, b+1 5 തന്നെയാണ്. ഇത് അപ്വേർഡ് റൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയുമ്പോൾ 1 കളയുകയാണെങ്കിൽ അത്ര ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇതൊക്കെയാണ്. y dash of n equal to 0 for n less than 0. അതായത് പ്രീവിയസ് വാല്യൂസ് ഒന്നും ഇല്ല, n less than 0 നെഗറ്റീവ് വാല്യൂസ് ഒക്കെ y ഡാഷിൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ എ, ആ പോൾ എന്ന് പറയുന്നത് എടുക്കുന്ന വാല്യൂ 1/2, 0.5 അല്ലെങ്കിൽ 1/2 ആണ് എടുക്കുന്നത്. എക്സ് ഓഫ് എൻ ഇമ്പൾസ് ആണെന്ന് പറഞ്ഞു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15/16 അറ്റ് ദ ഒറിജിനിൽ മാത്രമാണല്ലോ ഉള്ളൂ എന്തായാലും. ആ വാല്യൂ 15/16. അതായത് നമ്മളിവിടെ എടുക്കുന്ന യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്, യൂണിറ്റ് ഇമ്പൾസ് നമുക്കറിയാം എന്തായാലും എവിടെ മാത്രം വാല്യൂ ഉള്ളതാണ്, ഒറിജിനിൽ മാത്രം വാല്യൂ ഉള്ള സിഗ്നലാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് സിഗ്നൽ എങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് 1 അല്ല, പകരം 15/16 ആണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. ഓക്കെ, അതായത് ഡെൽ ഓഫ് എൻ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 15/16 ഡെൽ ഓഫ് എൻ. ഇതാണ് നമ്മുടെ സിഗ്നൽ. അപ്പോൾ ഇത് ഒറിജിനലി മാത്രമാണ് വാല്യൂ ഉള്ളൂ, ബാക്കിയൊന്നും വാല്യൂ എടുക്കുന്നില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഓഫ് 0 മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഓക്കെ, എക്സ് ഓഫ് 0 മാത്രം 15/16, ബാക്കി എന്ത് വന്നു കഴിഞ്ഞാലും എന്താ 0 ആണ്. അതായത് എക്സ് ഓഫ് എൻ നോട്ട് ഈക്വൽ ടു 0 ഈക്വൽ ടു 0. ഇതാണ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ അനലൈസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇക്വേഷൻസ് എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പറയുന്ന സ്റ്റെപ്സ് ഒരു സ്റ്റെപ്സ് ആയിട്ട് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ആ രീതിക്ക് നമുക്ക് ഓരോ കേസും ചെയ്ത് നോക്കി പോവാം.
അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക വെൻ n ഈക്വൽ ടു 0. അപ്പോൾ ഇത് എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കുറച്ച് വാല്യൂസ് എടുത്ത് നോക്കേണ്ടി വരും, എന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. n ഈക്വൽ ടു 0യിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ഇക്വേഷൻ y ഡാഷ് ഓഫ് n ഈക്വൽ ടു എന്തായി മാറും, അത് y ഡാഷ് ഓഫ് 0 ആവും. q ഓഫ് നമ്മൾ മുന്നത്തെ ഇക്വേഷൻ ആണ് q ഓഫ് a y ഡാഷ് ഓഫ് n മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് n. അപ്പോൾ ഇതിലും നമ്മൾ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, q ഓഫ് a y ഡാഷ് ഓഫ് n 0 കൊടുത്തു, y ഡാഷ് ഓഫ് മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് 0. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് ആണ്. y ഡാഷ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0 ആണ്, അപ്പോൾ ആ കേസിലൊക്കെ 0 ആണ്, അപ്പോൾ അത് 0 ആണ്. എക്സ് ഓഫ് 0 അത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എക്സ് ഓഫ് 0 മാത്രമേ ഉള്ളൂ 15/16, അത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇവിടെ എന്ത് വരും, ക്യൂ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് 1/2 എയുടെ വാല്യൂ 1/2 ആണ് ഇൻറ്റു 0 അല്ലേ, ഇൻറ്റു 0 പ്ലസ് 15/16. സോ ക്യൂ ഓഫ് 0 പ്ലസ് 15/16 വരും. ക്യൂ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ പ്ലസ് 15/16 ഈക്വൽ ടു, ശരിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ ഇനി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന രീതിയിൽ അതുകൊണ്ട് നമ്മൾ പറയാം. ഇപ്പോൾ ഈ എന്താ പറയുക 15/16 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ 0.9750 ആണ്. ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എന്നാലും ജസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് 0.9375 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ കറസ്പോണ്ടിങ് കൺവേർട്ട് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കണം. അതായത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്വാണ്ടൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ സ്റ്റെപ്പാണ് അടുത്തതിൽ ഫോളോ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് മാത്രം. സോ പ്ലസ് 0.9375 ഡെസിമൽ ടു ദ ബേസ് 10 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, പ്ലസ് 0.9375. അപ്പോൾ അതെങ്ങനെയാണ്, മൾട്ടിപ്ലൈ ബൈ 2 ആ പ്രോസസ്സ് വെച്ച് നമ്മൾ ചെയ്യണം. സോ പ്ലസ് 0.9375 ഇൻറ്റു 2 1.875 അല്ലേ. അപ്പോൾ അതിൽ എന്തുമാത്രം എടുക്കുക, എന്തുമാത്രം ഇൻറ്റീജർ പാർട്ട് വേണ്ട, ഈ പോയിന്റിന് ശേഷം മാത്രം എടുത്തിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 1.75, വീണ്ടും 0.75 ഇൻറ്റു 2 1.5, 0.5 ഇൻറ്റു 2 1, അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ 0 ആയി, 0 ഇൻറ്റു, അപ്പോൾ ഇത് ബാക്കിയെല്ലാം 0 ആയി പോകും. പിന്നെ ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണ് ചെയ്തായിരുന്നത്, നമുക്ക് ഇവിടെ നിൽക്കുന്ന ഇൻറ്റീജർ പാർട്ട് മാത്രം ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അത് എന്നിട്ട് ഏത് ഓർഡറിൽ എഴുതും, അപ്പ് ടു ഡൗൺ, അതായത് ഇങ്ങോട്ട് താഴേക്ക് ഉള്ള ഓർഡറിൽ നമ്മൾ എടുത്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 0.1110. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കുക, പ്ലസ് 0.1110 ബൈനറി. ഇനി ഇതിൽ സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വെച്ച് ചെയ്ത് പോകുന്നത് മാത്രമല്ല, എന്ന് വെച്ചാൽ ഒരു കറക്റ്റായി വരാം. ചില കേസിൽ നമുക്ക് നെഗറ്റീവുകളും വരും ഈ ഒരു ഇത് ചെയ്യുന്ന കേസിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഓർഡറിൽ പോകുന്നത്. ആദ്യം ബൈനറിയിലേക്ക് ആക്കുമ്പോൾ പ്ലസ് എന്നുള്ള വെറുതെ ഇട്ട് പോയി, പിന്നെ സൈൻ ബിറ്റ് ആഡ് ചെയ്യണം. സൈൻ ബിറ്റ് ആണ് നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു, പ്ലസിന് വരെ നമ്മൾ 0, അത്ര മാത്രമേ ചെയ്യുള്ളൂ. 0.4 1കൾ 0 ടു ദ ബേസ് 2. ഇനി നമ്മൾ റൗണ്ട് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് ടു 4 ബിറ്റ്സ്, 4 ബിറ്റായിട്ട് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 1 2 3 4 5 എണ്ണം, അഞ്ചാമത്തെ ബിറ്റിനെ ഇവിടുന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇത് 0 ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, വെറുതെ ഒഴിവാക്കി കളഞ്ഞു. 1 ആണെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഇവിടെ 0 ഉണ്ട്, അതിന് ഒഴിവാക്കിയപ്പോൾ എനിക്ക് എന്താ കിട്ടുക, 0.1111 ബൈനറി. വീണ്ടും എക്സ്ട്രാക്ട് സൈൻ ബിറ്റ്, നേരത്തെ ഇതിൻ്റെ റിവേഴ്സ്, സൈൻ ബിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 0 ആയിട്ട് അതിൻ്റെ അർത്ഥം എന്താ, പ്ലസ്. കാരണം എന്താ വെച്ചാൽ ചില കേസുകളിൽ ഇത് 1 ആയി മാറിയിട്ടുണ്ടാവും, അതാണ് ഇവിടുത്തെ ഇഷ്യൂ വരുന്നത്, ഓസിലേഷൻ വരുന്നത്. 1 ആയി കഴിഞ്ഞാൽ ഇത് മൈനസിന് എഴുതണം, അതാണ് കാര്യം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വന്നില്ല, പ്ലസ് തന്നെ വന്നു, 0.1111 ബേസ് 2. ഇപ്പോൾ ഇതിനെ തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, പൊസിഷൻ വാല്യൂസ് നമുക്കറിയാം, ആ പൊസിഷൻ വാല്യൂസിൻ്റെ ബേസിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണെന്നറിയാം, രണ്ടാമത്തെ എന്താ 1/4 ആണെന്നറിയാം, അടുത്തത് 1/8 ആണെന്നറിയാം, അടുത്തത് 1/16 ആണെന്നറിയാം, വേറെ ഉണ്ടായിരുന്നെങ്കിൽ 1/32 എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഇതിൽ ഏതാണോ ആക്റ്റീവ് അത് മാത്രം എടുക്കുക. ഇതിലിപ്പോൾ 4 ആക്റ്റീവ് ആണ്. ഇപ്പോൾ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് വിൽ ബി 0.9375 എന്നാണ് കിട്ടുക. അപ്പോൾ അത് എന്ത് തന്നെയാണ്, നമ്മളെ 15/16 തന്നെയാണ്. അപ്പോൾ ഈ കേസിൽ അത് മാറ്റമൊന്നുമില്ല, ജസ്റ്റ് എന്താ വെച്ചാൽ അവിടെ ക്വാണ്ടൈസേഷനിൽ ഒരു കാര്യം വരുന്നില്ല. വരികയാണെങ്കിൽ തന്നെ എന്താ പറയുക, ഈ ഒരു ഇതിൽ വലിയ എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല, എൻ്റെ അവിടെ നമുക്ക് അങ്ങനെ പോയി സെയിം തന്നെ കിട്ടി. ഓക്കെ, ഈ കേസിൽ ഇനി അടുത്ത ഇൻക്രിമെൻ്റ് ചെയ്യുക എന്തിൻ്റെ വാല്യൂ, എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസിലേക്ക് വരാം. ഇത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, നമുക്ക് ചെയ്ത് നോക്കാം. സോ വെൻ n ഈക്വൽ ടു 1, ഓക്കെ, ഇത് എന്തായി മാറും, n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ y ഡാഷ് ഓഫ് 1. ഇത് നമ്മുടെ നോർമൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, y ഡാഷ് ഓഫ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് എക്സ് ഓഫ് 1. ഇനി ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, എക്സിൻ്റെ വാല്യൂ അതൊക്കെ എന്താ 0 ആണ്, കാരണം ഒറിജിനിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി എഴുതൽ കഴിഞ്ഞു. ഇവിടെ 1/2 ഇൻറ്റു y ഡാഷ് ഓഫ് 0, y ഡാഷ് ഓഫ് 0 ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത്. എത്രയാണ് നമുക്ക് കിട്ടി, 15/16
16. സോ 15/16 പ്ലസ് ഇതിൻ്റെ വാല്യൂ 0 ആണ്. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതായത് 15/32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക 0.4687 എന്നാണ് വരിക. ഓക്കെ, പ്ലസ് എന്താ കിടക്കുന്നത് 0. അപ്പോൾ എന്തിന് മാത്രം ക്വാണ്ടൈസ് ചെയ്താൽ മതി? ഇതിന് മാത്രം ക്വാണ്ടൈസ് ചെയ്താൽ മതി 0.4687. ഇത് ഇനി നമ്മൾ ചെയ്യുക, അതാണ് ഇവിടെ വേണ്ടത്. ഇപ്പം എന്തിനെടുത്ത് ക്വാണ്ടൈസ് ചെയ്യാൻ നോക്കുക, പ്ലസ് 0.0468 സോറി പ്ലസ് 0.4685. ഇതിനെ ആദ്യം നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ പ്ലസ് എന്താണ് കിട്ടുക നോക്കുക. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക +0. നിങ്ങൾ ചെയ്ത് നോക്കുക 1111 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഡെസിമലിലായിരുന്നു, ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇനി ഇതിൽ എന്ത് ആഡ് ചെയ്യുക? സൈൻ ബിറ്റ്. അപ്പോൾ പ്ലസ് അല്ല, സൈൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ആഡ് ചെയ്താൽ മതി? 0 ആഡ് ചെയ്താൽ മതി. 0.0111 ബൈനറി. ഇപ്പം ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്, റൗണ്ട് മാഗ്നിറ്റ്യൂഡ് ടു 4 ബിറ്റ്സ്. ഇപ്പോൾ റൗണ്ട് ചെയ്യണം. ഇപ്പോൾ റൗണ്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? അപ്വേർഡ് റൗണ്ടിങ് എന്ന് പറഞ്ഞപ്പോൾ ഈ ലാസ്റ്റത്തെ വണ്ണിനെ റിമൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്വേർഡ് ആയതുകൊണ്ട് അത് ഞാൻ ഇവിടേക്ക് എടുത്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1 + 1 0, ബാക്കി റിമൈൻഡർ 1, 1 + 1 0, ബാക്കി റിമൈൻഡർ 1, 1 + 1 0, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ ഇതിൽ കൂടെ ആഡ് ചെയ്താൽ 1, ഇനി ഇവിടേക്ക് ഒന്നുമില്ല, അപ്പോൾ ഇത് 0.0. അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടുന്ന് എന്ത് കിട്ടാൻ പോകുന്നത്? എൻ്റെ റിസൾട്ടായിട്ട് കിട്ടാൻ പോകുന്നത്, അല്ലേ? ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ എന്ത് നമുക്ക് കിട്ടും? 0.1000. ഇനി ഇവിടെ നമ്മൾ വീണ്ടും തിരിച്ച് റിവേഴ്സിലേക്ക് പോവുക, സൈൻ ബിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുക. സൈൻ ബിറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് പ്ലസ് ആണ്, അല്ലേ? +10.100. ഇനി ഇതിനെ വീണ്ടും തിരിച്ച് കൺവേർട്ട് ടു ഡെസിമൽ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഇത് 1/2 പൊസിഷൻ ആണ്, അല്ലേ? 1/2 പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0.5. സോ നമുക്ക് എന്ത് കിട്ടും? 0.5 ടു ദ ബേസ് 10. ഇപ്പം ഇതിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, എല്ലാ 16ന്റെ ബേസിലേക്ക് ആക്കാൻ +8/16 എന്ന് ഞാൻ എഴുതി വയ്ക്കുന്നു. കാരണം മറ്റേ 15/16. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതേപോലെ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുക. അടുത്ത കേസിലും ചെക്ക് ചെയ്ത് നോക്കുക. അതായത് എന്നിൻ്റെ വാല്യൂ നമ്മൾ 1ൽ നിന്ന് മാറ്റി 2ലേക്ക് കൊണ്ടുവരും. ഇതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. അപ്പോൾ ഇതെന്തായി മാറും? y'(2) ആയി മാറും. ഇത് ay' എന്തായി മാറും? 1 ആയി മാറും. ഇത് എന്താവും? x(2) ആയി മാറും, അല്ലേ? ഇതിൽ x(2) ഒക്കെ ഇനി 0 എന്നറിയാം. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. തൊട്ട് മുന്നത്തെ കേസ് നമ്മൾ അത് എടുത്ത് എഴുതേണ്ടി വരും. എത്രയാ? 8/16 + 0. ഇവിടെ എന്ത് വരും? അപ്പോൾ 8/32 എന്നുള്ളത് വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. 1/4 ആണ്, അല്ലേ? ഈക്വൽ ടു 0.25 ആണ്. 0.25 + 0. അപ്പോൾ ക്വാണ്ടൈസ് ചെയ്യണം എന്തിനെയാണ്? 0.25നെ ക്വാണ്ടൈസ് ചെയ്ത് നോക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് കിട്ടുന്നില്ല. അതേപോലെ ഇതിൽ തൊട്ട് മുന്നത്തെ കേസിൽ നമുക്ക് ഇവിടെ ഫൈനലി കിട്ടിയിട്ടുള്ളത് +8/16 ആണ്. അതവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഈ കേസിൽ നമ്മൾ എവിടുന്ന് തുടങ്ങണം? +0.25 എന്ന് തുടങ്ങണം. അപ്പോൾ അതിനെ നേരത്തെ പോലെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമാണ്. +0.25 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത് തന്നെയാണ് 0.100 വേസ്റ്റ്, അല്ലേ? 1/4ന്. പിന്നെ ഇതിൽ എന്താ ആഡ് ചെയ്യുക? സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. പോസിറ്റീവ് അല്ലേ? അപ്പോൾ 0.0100. ഇനി അടുത്ത് എന്ത് ചെയ്യുക? റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ലാസ്റ്റത്തെ ഒരു 0 അവിടെ നിന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 0.0100 വരും. ഇനി എക്സ്ട്രാക്ട് സൈൻ ബിറ്റ് 0 തന്നെയല്ലേ? +0.0100. ഈ ഒരു ഇതായതുകൊണ്ടാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എൻ്റെ ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അവസാനം എന്ത് കിട്ടും? +0.25, അല്ലേ? അതായത് +1/4 നമുക്ക് ആ 16ന്റെ ബേസിലേക്ക് എഴുതുകയാണെങ്കിൽ +4/16 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസിൽ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് +4/16. ഓക്കെ, ഈ കേസിൽ ഇത് വന്നു, ഇത് 8/16 വന്നു. ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തുതന്നെയായിരുന്നു? 15/16 തന്നെയായിരുന്നു. ഓരോ സ്റ്റേജിലും നമ്മൾ കിട്ടിയ വാല്യൂസ് 15/16 വന്നു, അടുത്തതിൽ വന്നപ്പോൾ 8/16 വന്നു, അടുത്തതിൽ വന്നപ്പോൾ
4/16 വന്നു. ഇവിടെ നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും മാറി മാറി വരുന്നില്ല, പോസിറ്റീവിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇത് നമ്മൾ തുടരുക. അടുത്ത വാല്യൂ എന്നിന്റെ 3ഉം 4ഉം ഒക്കെ എടുത്ത് നോക്കി നോക്കുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല, ചെയ്തിട്ടുള്ള വാല്യൂസ് എന്താണെന്ന് മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ. സോ സിമിലർലി y dash of n can be calculated for other values of n. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നെങ്കിൽ ഒരു ഓസിലേഷൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന വരെ ഒന്ന് ചെയ്ത് നോക്കുക. സോ when n equal to 3 y dash of n equal to y dash of 3 equal to കിട്ടുക 2/16 എന്നാണ് കിട്ടുക. അതിന്റെ ബൈനറി ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതേപോലെ n equal to 4ന് 1/16 കിട്ടും. n equal to 5നും എന്ത് വരും? 1/16. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുള്ളൂ? 1/16. അപ്പോൾ അവിടെ എന്ത് വന്നു? ആ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ വന്നു. അതൊരു കോൺസ്റ്റന്റിൽ എത്തി നിൽക്കണ ലിമിറ്റ് സൈക്കിളാണ് വന്നത് മാത്രം. 1/16 വന്ന് നിൽക്കുന്നതാണ് മാത്രം. ഓസിലേഷൻ പ്ലസിനും മൈനസിനും ഇടയിലാവണം നിർബന്ധമൊന്നുമില്ല. സോ ഫോർ ഓൾ വാല്യൂസ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 the y dash of n is equal to 1/16 or in binary 0.0001. Hence, the system output becomes constant for n greater than or equal to 4, and also for n greater than or equal to 4, the input x of n equal to 0. അല്ലേ, നമ്മൾ ഇൻപുട്ട് 0 ആക്കി നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇൻപുട്ട് 0 ആയപ്പോഴാണ് ഔട്ട്പുട്ടിൽ അവിടെ എന്ത് നിൽക്കുന്നത്? ഓസിലേഷൻസ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? 0 ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എയുടെ വാല്യൂ എന്തിനു മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തപ്പോൾ a ഈക്വൽ ടു 1/2ന്റെ കേസാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ a ഈക്വൽ ടു പ്ലസ് എന്നുള്ള രീതിയിൽ പോസിറ്റീവ് 1/2 എടുത്തത്, അതുപോലെ മൈനസും വേറെ വാല്യൂസ് ഒക്കെ എടുത്ത് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് വാല്യൂസിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് വേറെ ഒരു 3 വാല്യൂസും കൂടി എടുത്തിട്ടുള്ളത്. a ഈക്വൽ ടു -1/2 കൊടുത്തിട്ടുണ്ട്, a ഈക്വൽ ടു 3/4ഉം a ഈക്വൽ ടു -3/4 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ആ അനാലിസിസ് ഒന്നുകൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേസിൽ എന്താ, ഈ ഒരു റേഞ്ച് കഴിഞ്ഞാൽ 4 അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമുക്ക് കിട്ടുന്നത് എന്താ? 1/16 ആണ് അല്ലേ. സോ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/16 ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് വന്നു? ഓസിലേഷൻ വന്നു. ലിമിറ്റ് സൈക്കിൾ 0 ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻ വന്നു. ഇത് 1/2ന്റെ കേസ്. ഇതേപോലെ നിങ്ങൾ a ഈക്വൽ ടു -1/2 കൊടുത്ത് ചെയ്ത് നോക്കുക. അവിടെ പ്ലസും മൈനസും വാല്യൂസും വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ നമ്മൾ അടുത്തൊരു ഇത് വേറെ ഇതേപോലത്തെ ഒരു സാധനത്തിലാണ് എടുത്ത് റൗണ്ട് ചെയ്യുന്ന കേസിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് വരും? അവസാനം ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി പോകും ഒരു 1. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഇവിടെ എന്താ ഇൻഡിജർ പാർട്ടിൽ വന്നാൽ നെഗറ്റീവ് എന്നുള്ളൊരു അർത്ഥം വരുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് കോഎഫിഷ്യന്റ് എടുക്കുമ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഇപ്പോൾ നോക്കിയാൽ +15/16 -8/16 +4/-2 പ്ലസ്, അപ്പോൾ അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ +1/16 -1/16 എത്തി. ഇനി വീണ്ടും +1/16 -1/16. ഇവിടെ നിന്ന് അതാണ്ട് ഇതിന്റെ ഓസിലേഷനിലേക്ക് ചാടി കയറി പോയി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിലും എന്ത് വന്നു? ഓസിലേഷൻ വന്നു. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും വാല്യൂസിനും ഇടയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത് എന്നാണ് അതിന്റെ വ്യത്യാസം. ഇത് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ a ഈക്വൽ ടു 3/4 ആണ് എടുത്തെങ്കിൽ അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നുണ്ട് 11/16 8/16 6/16 5/16 4/16 3/16 2/16 വരെയൊക്കെ പോയിട്ടും ഒന്നും വന്നില്ല. പക്ഷെ അടുത്ത നോക്കുമ്പോൾ വീണ്ടും അവിടുന്ന് എന്തായി? നിന്നു. 2/16 കോൺസ്റ്റന്റിലായിട്ട്. അപ്പോൾ പോസിറ്റീവ് വാല്യൂസിനെ നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂലാണ് നിൽക്കുന്ന രീതിയിൽ നോക്കാം. അതേപോലെ വീണ്ടും -3/4 എടുക്കണമെങ്കിൽ ഇങ്ങനെ പോയി അവസാനം ഇവിടെ ഒരു പെർട്ടിക്കുലർ ഇത് എത്തുമ്പോൾ ഇത് എന്തിലും നിൽക്കുന്നുണ്ട്? കോൺസ്റ്റന്റ് രണ്ട് പ്ലസിനും മൈനസിനും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ 0 ലിമിറ്റ് സൈക്കിൾ. ഇപ്പോൾ ഇതൊരു 8 വരെയെങ്കിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആയിരിക്കും അധികം കേസിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ y of n equal to a y of n minus 1 plus x of n ന്റെ സിംഗിൾ പോളിലാണ് നമ്മളോട് ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇനി most of the limit cycle can be eliminated if the quantization is performed by truncation. ഇത് ഒഴിവാക്കാം പല കേസിലും എന്നാണ് പറയുന്നത്. എന്ത് ചെയ്താൽ? ട്രങ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല നമ്മൾ റൗണ്ട് ചെയ്യണതിന് പകരം ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ. But truncation is not preferred in product quantization due to the biased errors it may introduce in the output. Biased errors കാരണം നമ്മൾ ട്രങ്കേഷൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ റൗണ്ടിങ് എടുക്കുന്നത് എന്നുള്ളത്. അതിന്റെ അഡ്വാൻറ്റേജസ് കാരണമാണ്. ഓക്കെ, പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ബാൻഡ് ആണ്. എന്താണ് ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? In a limit cycle, the amplitude of the outputs are confined to a range of values which are called the dead band. ഈ ഔട്ട്പുട്ട് കൺഫൈൻ ചെയ്തിട്ടുള്ള ആ റേഞ്ച് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ഈ കേസിലാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ y of n equal to a y of n minus 1 plus x of n, അതിന്റെ കേസിലാണെങ്കിൽ ഡെഡ് ബാൻഡ് ഇക്വേഷൻ വരുന്നത് ഡെഡ് ബാൻഡ് ഈക്വൽ ടു +or -
2 raised to minus b, ഇവിടെ ഞാൻ എഴുതിയ b ക്യാപിറ്റൽ b ആണ്, എന്താണെന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. 2 raised to minus b divided by 1 minus modulus of a, or it is equal to minus 2 raised to minus b divided by 1 minus modulus of a to plus 2 raised to minus b divided by 1 minus mod a. Okay, where b is the number of binary bits including the sign bit used to represent the product. b എന്ന് പറയുന്നത് സൈൻ ബിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് നമ്മളെ സാധാരണ കേസിൽ b+1 എന്നുള്ള ഒരു ഇതിൽ അല്ലേ, നമ്മൾ എടുക്കുമ്പോൾ പിന്നെ പറയാറില്ല b+1, സ്മോൾ b+1 ആണ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ എന്താ വരിക, അപ്പോൾ ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ബി ഈക്വൽ ടു ഇപ്പോൾ എന്തെടുക്കേണ്ടി വരും, 4+1 5 എടുക്കേണ്ടി വരും അല്ലേ, ബി ഈക്വൽ ടു 5. അപ്പോൾ ഇവിടുത്തെ കേസിലെ ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്, ഡെഡ് ബാൻഡ് ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ ഡെഡ് ബാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, 2 raised to minus 5 ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ കേസ് 1 minus 1/2 അല്ലേ, 1 minus 1/2 മോഡ് 1/2 എന്ന് പറഞ്ഞാൽ 1/2, ഇത് ഈക്വൽ ടു അപ്പോൾ എന്താ വരിക 1/16 അല്ലേ, 1/16 ആണ് വരിക. അപ്പോൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഓരോ കേസിലും ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ എഴുതിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഫോർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n equal to a1 y of n minus 1 plus a2 y of n minus 2 plus x of n. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 raised to minus b divided by 1 minus modulus of a2, 1 minus modulus of a2, അതവിടെ ശ്രദ്ധിക്കണം, a2 ആണ് ഇത് ഏതാ y of n minus 2ൻ്റെ കോഎഫിഷ്യൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വരും, minus 2 raised to minus b by 1 minus mod a2 to plus 2 raised to minus b by 1 minus mod a2 എന്നുള്ള രീതിയിൽ വരും. ഇത്രയാണ് സീറോ ഇൻപുട്ട് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസിൽ വരുന്നത്.